എന്നും ആഘോഷമായിരുന്നു കലാഭവൻ മണി എന്ന കലാകാരന്. നാടൻ പാട്ടായിരുന്നു കലാഭവൻ മണിയുടെ ജീവാത്മാവ്. നാടൻ പാട്ടുകാരനായാണ് മണി കലാലോകത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചതും. പിന്നീട് മിമിക്രിക്കാരനായി. അനുകരണ കലയുടെ കളിത്തൊട്ടിലായിരുന്ന കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരനെ കലാലോകത്തിന് പരിചയപ്പെടുത്തിയ സ്റ്റേജുകളിൽ മണി പുത്തൻ തരംഗമായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീന പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പെടക്കണ മീനാണേ. നിരവധി കലാകാരന്മാർ മിമിക്രിയിലൂടെ സിനിമയിലെത്തിയപ്പോൾ മണിയും സിനിമയിലെത്തി. ഓട്ടോ ഡ്രൈവറായിരുന്ന മണി ഓട്ടോക്കാരനായാണ് സിനിമയിലും അരങ്ങേറ്റം കുറിച്ചത്. ചെറിയ വേഷങ്ങൾ വലിയ വേഷങ്ങളിലേക്കും നായക വേഷങ്ങളിലേക്കും മണിയെ കൈപിടിച്ചുയർത്തി. മലയാളത്തിൽ നിന്നും പറന്നുയർന്ന മണിയുടെ കലാജീവിതം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ കൂടുകൂട്ടി. ഏറെ തിരക്കുള്ള തെന്നിന്ത്യൻ താരമായി മണി മാറുകയായിരുന്നു. സിനിമയിലും ആ ജീവിതത്തിലും നിലയ്ക്കാത്ത ആഘോഷമായിരുന്നു മണിയുടെ ഇഷ്ടങ്ങൾ. നാടൻ പാട്ടുകളുടെ തോരാ മഴയൊരുക്കി. എന്നാൽ അപ്രതീക്ഷിതമായി ആ ഒഴുക്കു നിലച്ചു. കലാഭവൻ മണി എന്ന ആഘോഷ ജീവിതത്തിന് തിരശീല വീണിട്ട് ഇന്നേക്ക് 9 വർഷം തികയുന്നു. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ. ആടിയും പാടിയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാഭവൻ മണിയുടെ വേർപാട് അന്നും ഇന്നും എന്നും കേരളക്കരയ്ക്ക് തീരാനഷ്ടമായിരുന്നു. മണിയെപ്പോലെ മണിയല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിന് ഇന്നേ വരെ ആരും മറുപടി നൽകിയിട്ടില്ല. അവസാനം അഭിനയിച്ച ചിത്രത്തിന്റെ പേര് പോലെ തന്നെ യാത്ര ചോദിക്കാതെയായിരുന്നു മണിയുടെ മടക്കവും. മലയാളി മനസ്സിൽ തീരാ നൊമ്പരങ്ങൾ തീർത്ത ദിനമായിരുന്നു മാർച്ച് 6. സിനിമാ ലോകത്തെ ഞെട്ടിച്ച ആ വിയോഗത്തിന്റെ ഓർമ്മകൾ. മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത്. ഹാസ്യതാരമായാണ് സിനിമയിൽ തുടക്കം. പിന്നീട് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി. വിനയൻ ചിത്രങ്ങളിലൂടെ നായകനായി. സ്വയപ്രയത്നത്തിലൂടെ സിനിമയിൽ ഇരിപ്പിടമുണ്ടാക്കിയെടുത്ത നടനായിരുന്നു കലാഭവൻ മണി. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും മണി വില്ലൻ വേഷങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സ്വാഭാവികമായ അഭിനയത്തിലൂടെ എല്ലാ ഭാഷകളിലും മണി ആരാധകരെ സൃഷ്ടിച്ചു. സിനിമയിൽ തിരക്കുള്ള നടനായിരിക്കുമ്പോൾ തന്നെ നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു. പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്തു. 90കളിൽ ഞാൻ സംഗീതം പഠിപ്പിക്കാനായിട്ട് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിന്റെ പഠിക്കലായിരുന്നു മണിയുടെ ഓട്ടോറിക്ഷ. അന്നത്തെ എൻ്റെ പരിപാടികളിലൊക്കെ സത്യത്തിൽ വളരെ പ്രതിഫലം കുറഞ്ഞ രീതിയിലായിരുന്നു ഉള്ളത്. അപ്പോഴൊക്കെ എപ്പോഴും എൻ്റെ കൂട്ടായിട്ട് വരാറുള്ളത് മണിയുടെ ഓട്ടോറിക്ഷയായിരുന്നു. അങ്ങനെ മണിയായിട്ടുള്ള ബന്ധം വളരെയധികം ദൃഢമായി. എൻ്റെ ഗാനമേള പരിപാടികളിലൊക്കെ ഇടയ്ക്ക് മണിയുടെ ഇടവേളകളിലൊക്കെ മണിയുടെ മിമിക്രിയും തുടക്കമായിട്ടുണ്ടായിരുന്നു. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളി ഉണ്ടാകില്ല. പാട്ടുപോലെ തന്നെ ചടുലമായിരുന്നു മണി എന്ന കലാകാരന്റെ ജീവിതവും. മണി എന്നും ഒരു ആഘോഷമായിരുന്നു. ഇല്ലായ്മകളിൽ നിന്ന് പോരാടുന്ന ഓരോ മലയാളിയുടെയും മുന്നിൽ വെച്ച ബഹുമുഖങ്ങളുടെ കണ്ണാടി. പഠനത്തിൽ പിന്നോക്കക്കാരനായപ്പോഴും പഠനമൊഴികെയുള്ള എല്ലാ വിഷയത്തിലും മുന്നിട്ടു നിന്ന വിദ്യാർത്ഥി. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി തെങ്ങുകയറ്റക്കാരനായും മണൽവാരൽ തൊഴിലാളിയായും ഓട്ടോറിക്ഷ ഡ്രൈവറായുമൊക്കെ ഉപജീവനം നടത്തിയ ഒരു സാധാരണക്കാരൻ. എന്നാൽ പട്ടിണിക്കും പരിവട്ടങ്ങൾക്കുമൊപ്പം വളരുമ്പോഴും മനസ്സിൽ കലയോടുള്ള സ്നേഹം അഗ്നിയായി സൂക്ഷിച്ചവൻ. സൗന്ദര്യത്തിന് പ്രത്യക്ഷത്തിലും ജാതി വ്യവസ്ഥയ്ക്ക് പരോക്ഷമായും വേരുകളുണ്ടായിരുന്ന മലയാള സിനിമാ ലോകത്ത് നായകന്റെ അടുപ്പക്കാരനോ വീട്ടുവേലക്കാരനോ പാൽക്കാരനോ ചെത്തുകാരനോ ഒക്കെയായി ഒതുങ്ങിപ്പോയേക്കാൻ സാധ്യതകളുണ്ടായിരുന്നൊരു കലാകാരൻ. എന്നാൽ പ്രതിഭയും നിഷ്കളങ്കമായ ചിരിയും സ്വതസിദ്ധമായ നർമ്മവും നാടൻ പാട്ടുകളും കൊണ്ട് തന്റെ കഥാപാത്രങ്ങൾക്ക് കലാഭവൻ മണി ജീവൻ പകർന്നപ്പോൾ മലയാളികളുടെ സ്നേഹം നേടിയെടുക്കാൻ ആ കലാകാരന് കഴിഞ്ഞു. 94-ൽ ഞങ്ങളുടെ എൻ്റെ വളരെ പ്രിയ സുഹൃത്തായ അമ്പിളി സാറിൻ്റെ ഒരു
ചലച്ചിത്രം സമുദായം എന്നൊരു ചലച്ചിത്രം അന്ന് ഷൂട്ട് തുടങ്ങേണ്ട ഒരു സമയമായിരുന്നു. അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി അമ്പിളിച്ചേട്ടൻ മിക്കതും ഇവിടെ വരാറുണ്ട്. ഒഴിവുവേളകളിൽ ഞങ്ങൾ ഇവിടെ പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഇവിടെ ചാലക്കുടിയിലെ ലേഡീസ് ക്ലബ്ബിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ മണി ഒരു ദിവസം അമ്പിളിയേട്ടനെ പരിചയപ്പെടുന്നു. ഈ പടത്തിലെ ഒരു വേഷം ചോദിക്കുന്നു. അങ്ങനെ സമുദായത്തിലാണ് സത്യത്തിൽ മണി ആദ്യമായി വേഷമിടുന്നത്. അതൊരു അത്ഭുതകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 94 ശ്രീമൂലവരം വിജയേട്ടൻ്റെ തുളസിത്തറ എന്ന നാടകമാണ് അത് സിനിമയാക്കി മാറ്റിയത്. ആ സിനിമയിൽ ഒരു മുസ്ലിം ക്യാരക്ടറാണ് മണി അഭിനയിച്ചിട്ടുള്ളത്. ശ്രീമൂലധര വിജയേട്ടൻ അദ്ദേഹത്തിന്റെ മകൻ ഒരു പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ആ കോസ്റ്റ്യൂമാണ് മണി ആദ്യമായി ശരീരത്തിൽ ഇടുന്നത്. അമ്പിളിച്ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മഹാനായ ഒരു നടനും സംവിധായകനും രചയിതാവും ഒക്കെ ആയിട്ടുള്ള ഒരാള് നിർത്തിവെച്ചോടുന്നാണ് മണി തുടങ്ങുന്നത്. ഇത് ഈ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ എന്ന് പറഞ്ഞു. പ്രത്യേക താളത്തിലുള്ള ആ ചിരി മണിയെ ആബാലവൃന്ദം ജനങ്ങൾക്കും പരിചിതനാക്കി. അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. പിന്നെ മണിയുടെ കാലമായിരുന്നു. പകരം വെക്കാനില്ലാത്ത ഒരു പിടി കഥാപാത്രങ്ങൾ. വിനയൻ സംവിധാനം നിർവഹിച്ച വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ നായകവേഷം മണി എന്ന കലാകാരന് മലയാളത്തിൽ വേറിട്ടൊരു നായക പദം നൽകി. വാൽക്കണ്ണാടി, കരടി, ബെൻ ജോൺസൺ തുടങ്ങി നിരവധി ചിത്രങ്ങൾ മണിയുടെ അഭിനയ ജീവിതത്തിൽ ശക്തമായ അടിത്തറയുണ്ടാക്കി. നായകനായും പ്രതിനായകനായും സഹനടനായും മണി തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി. അഭിനയ ലോകത്ത് മുടിചൂടാ മന്നനായിരിക്കെയാണ് രോഗബാധിതനാവുന്നതും ചികിത്സയ്ക്കിടെയുള്ള വിടവാങ്ങലും. മണിയുടെ വിടവാങ്ങൽ ആരാധകരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വർഷങ്ങൾ 9 പിന്നിട്ടിരിക്കുന്നു. മണിയുണ്ടാക്കിയെടുത്ത ഇടം വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ആർക്കും കീഴടക്കാൻ പറ്റിയിരുന്നില്ല. തെന്നിന്ത്യൻ സിനിമയിൽ മണിക്ക് തുല്യം മണി മാത്രമായിരുന്നു. കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തി കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തി കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ.